ഹലോ ഹായ്, ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു 5 ഇംഗ്ലീഷ് സിനിമകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതിന് മുമ്പായി തന്നെ പറയാം, എന്റെ കഴിഞ്ഞ വീഡിയോ, അതായത് മലയാളത്തിൽ നിന്നുള്ള ഒരു 5 ക്രൈം ത്രില്ലേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ അതിൽ എന്റെ പ്രിയ സുഹൃത്തുക്കൾ അതിൽ കമന്റ് ചെയ്തിരുന്നു, ഇതെല്ലാം ഞങ്ങളൊക്കെ കണ്ട മൂവീസ് ആണല്ലോ, ഒരുപാട് പേര് കണ്ട മൂവീസ് ആണല്ലോ എന്നൊക്കെ. അതിനെപ്പറ്റി പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു 5 ഇംഗ്ലീഷ് സിനിമയും ഒരുപക്ഷെ ഒരുപാട് പേര് കണ്ട സിനിമകൾ തന്നെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രവുമല്ല, ഇപ്പൊ നിങ്ങളിൽ കണ്ടവരുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയ സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരിക്കാം. പെട്ടെന്ന് ഇതിന്റെ ഒരു ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന എല്ലാ സിനിമകളുടെയും ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരിടത്തും പോയി ഇത് സെർച്ച് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന വീഡിയോസ് അപ്പോൾ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 ഇംഗ്ലീഷ് മൂവീസ് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് ഇറങ്ങാം. 1987 ജോൺ മാക് ടൈർണന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് പ്രിഡേറ്റർ. ഈ മൂവീസിന്റെ ഒരുപാട് സീരീസ് ഉണ്ട്, അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഒരുപാട് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ പാർട്ട് 1 കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കഥയുടെ ഒരു പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ, ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഹെലികോപ്റ്റർ ഒരു കാടിനുള്ളിൽ തകർന്നു വീഴുകയാണ്. അങ്ങനെ ആ ഒരു തകർന്നു വീഴുന്ന ഹെലികോപ്റ്റർ അതിലുള്ള ആൾക്കാരെ രക്ഷിക്കാനായി മറ്റൊരു ടീം പുറപ്പെടുകയാണ്. അപ്പോൾ അവർ ആ വനത്തിൽ എത്തിയിട്ട് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തകർന്നു വീണ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കൊന്ന് അവരുടെ ഈ തോലെല്ലാം ഒരിച്ചിങ്ങനെ മരങ്ങളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ആദ്യമൊന്നും അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും വനം കൊള്ളക്കാർ ചെയ്തതാകും എന്നൊക്കെ ആദ്യം അവർ കരുതുന്നു. അങ്ങനെ പിന്നെ അവർക്ക് മനസ്സിലാകുന്നു, ഇത് സത്യത്തിൽ വനം കൊള്ളക്കാരൊന്നും അല്ല. അതായത് ആ വനത്തിൽ തന്നെയുള്ള അതിക്രൂരമായ ഒരു ജീവി, ആ ജീവിയാണ് ഇത്രയധികം ആൾക്കാരെ കൊന്ന് അവിടെ കെട്ടിത്തൂക്കിയിരുന്നത്. ഈ ജീവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു മിറർ പോലെയാണ്, ഒരു കണ്ണാടി പോലെയാണ് ഈ ജീവി. അതായത് അത് പെട്ടെന്ന് വന്ന് ആക്രമിച്ചു കഴിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ആ ഉള്ളവർക്ക് പെട്ടെന്ന് കാണാനായിട്ട് കഴിയുന്നില്ല. അതായത് ഒരു കണ്ണാടി വന്ന് ആക്രമിക്കുന്ന പോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്ന് ആക്രമണം നടക്കുകയാണ്. ശേഷം ഈ വനത്തിലെത്തിയ ഈ റെസ്ക്യൂ ടീം ആ ജീവിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ആ ജീവിയെ എങ്ങനെ കൊല്ലുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു ചിത്രമാണ് പ്രിഡേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം. കാണാത്തവരുണ്ടെങ്കിൽ വളരെയധികം ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ പോയി ഈ സിനിമയുടെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമേ ഒന്ന് നോക്കാം. 2003 റോബ് കെമിറ്റിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് റോങ് ടേൺ. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയുടെ പോലെ തന്നെ ഈ സിനിമയുടെയും ഒരുപാട് സീരീസ് ആയിട്ട്, ഒരുപാട് പാർട്ടുകളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യം വന്ന പാർട്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു കഥ എന്ന് നോക്കുകയാണെങ്കിൽ, കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വനത്തിന്റെ നടുക്കൂടെ ഒരു യാത്ര ചെയ്യുകയാണ്, കാറിൽ ഒരു യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് ആ റോഡ് 2ആയി തിരിയുകയാണ്. അതായത് ഒന്ന് ലെഫ്റ്റിലോട്ട് ഒന്ന് റൈറ്റിലോട്ട്, അങ്ങനെ 2ആയി തിരിയുകയാണ്. അങ്ങനെ അവർ തന്നെ കൺഫ്യൂഷൻ ആവുകയാണ്, എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്നുള്ളത് അറിയാതെ നിൽക്കുകയാണ് കുറച്ചു നേരം. അങ്ങനെ അവർ ലെഫ്റ്റിലേക്കുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്നു, ആ റോഡ് ഉള്ളിലേക്ക് പോകുന്നു. ശേഷം ആ യാത്ര തുടരുന്നതും ആ യാത്രയുടെ നടുവിൽ സംഭവിക്കുന്ന ഒരുപാട് ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ്. അതായത് കുറെ നരഭോജികൾ, മനുഷ്യരെ പച്ചയായി കഴിക്കുന്ന കുറെ നരഭോജികൾ അവരെ ആക്രമിക്കുകയാണ്. പിന്നെ ഈ നരഭോജികളിൽ നിന്നും എങ്ങനെ അവർ രക്ഷപ്പെടുന്നു, ആരൊക്കെ ജീവിക്കുന്നു, ആരൊക്കെ മരിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന വളരെയധികം ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് റോങ് ടേൺ. അപ്പൊ റോങ് ടേൺ എന്ന ഈ സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായും എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമേ ഒന്ന് നോക്കാം. 2007 നിംറോഡ് അൻഡാലിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് വേക്കൻസിയുടെ ഒരു കഥയുടെ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ ഒരു രാത്രി ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്രയുടെ നടുവിൽ അവർ ഒരുപാട് ക്ഷീണിതരാവുകയും തുടർന്ന് യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അവർ തീരുമാനമെടുക്കുന്നു, നമുക്ക് എവിടെയെങ്കിലും തങ്ങിയതിനു ശേഷം അടുത്ത ദിവസം രാവിലെ ഈ യാത്ര തുടരാം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ തങ്ങാനായിട്ട് ഒരു മോട്ടൽ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഹോട്ടലിൽ അവർ വളരെ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം, അവർക്ക് റൂം കൊടുക്കുന്നു. അതിനുശേഷം റൂമിലേക്ക് എത്തിയ ശേഷമാണ് ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. അതായത് അവർ റൂം തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുന്നു, ഡോർ അടയ്ക്കുന്നു. ശേഷം ഒരുപാട് നിലവിളികൾ അപ്പുറത്തെ റൂമിൽ നിന്നൊക്കെ കേൾക്കുകയാണ്.
എന്തൊക്കെ നിലവിളികൾ ഒച്ചപ്പാടുകളൊക്കെ കേൾക്കണം, ആരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ. അങ്ങനെ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെയാണ് നമ്മൾ ഈ എത്തിപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവാതെ വളരെയധികം ഭയപ്പെടുകയാണ്. ശേഷം അവർക്ക് ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ അവിടെ നിന്നും രക്ഷപ്പെടുമോ ആ കൊലയാളികളുടെ കയ്യിൽ നിന്നും? ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഞാൻ പറയുന്നു, വളരെയധികം ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഈ വേക്കൻസി എന്നുള്ളത്. അപ്പോൾ ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ടെലഗ്രാം ചാനൽ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ലിസ്റ്റിൽ 4ാമത്തെ ചിത്രം എന്ന് നോക്കാം. 2010 ടോണി സ്കോട്ടിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് അൺസ്റ്റോപ്പബിൾ. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, നിർത്താൻ കഴിയാത്ത ഒന്നാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ട്രെയിനിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറയുന്നത്. അതായത് ഒരു ട്രെയിനിന്റെ ഡ്രൈവർ, അദ്ദേഹം വളരെ സ്ലോ സ്പീഡിൽ വരുന്ന ഒരു സമയത്ത് ഇതിന്റെ ട്രാക്ക് മാറിയിട്ടില്ല എന്ന് മനസ്സിലാവുകയും അങ്ങനെ ഈ ഒരു ട്രാക്ക് മാറ്റാനായി പുള്ളി ഒരു ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഈ ട്രാക്ക് മാറ്റുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ മാറുകയും അത് ഫുൾ സ്പീഡിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഈ ട്രെയിൻ വളരെയധികം സ്പീഡിൽ ഇത് മുന്നോട്ട് പോകുന്നു. ഇതൊരു പാസഞ്ചർ ട്രെയിൻ അല്ല, ഇതൊരു ഗുഡ്സ് ട്രെയിൻ ആണ്. അതായത് വളരെയധികം സ്ഫോടന വസ്തുക്കളുമായി നീങ്ങുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ ആണ്. അങ്ങനെ ഈ ഡ്രൈവർ ഇത് കാണുകയും ഡ്രൈവർ പിന്നാലെ എല്ലാം ഓടി അതിനുള്ളിൽ കയറാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കുന്നില്ല, ആ ട്രെയിൻ അവിടെ വിട്ടു പോകുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾ സീറ്റ് എഡ്ജഡ് ആയിട്ട് കണ്ടിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. കാരണം ഈ ട്രെയിനിനെ എങ്ങനെ നിർത്താം, ഈ ട്രെയിൻ ഇത്രയും വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകാം എന്നതിനെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഈ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞ ഈ മൂവിയിൽ. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ്. എന്നിരുന്നാൽ പോലും കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ 4 ഇംഗ്ലീഷ് ത്രില്ലർ മൂവീസ്. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ, till then, bye bye.